യെച്ചൂരിയുടെയും ശരത് പവാറിന്റെയും അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് തിരഞ്ഞെടുത്തത് എന്ന ഒരു ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം കോൺഗ്രസിനുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ നിലവിലെ തരംഗം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് തരംഗമാണ്. അതായത് രാഹുൽ വേവ് അവിടെ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ തരംഗത്തിൽ കോൺഗ്രസ് സുരക്ഷിതമാണ് എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനകത്തുണ്ട്. അതിനവര് കാരണമായി പറയുന്നത് 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ചവെച്ച മുന്നേറ്റങ്ങളും കോൺഗ്രസ് നടപ്പിൽ വരുത്തിയ പദ്ധതികളുമൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ സംസാര വിഷയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർഷകർ കോൺഗ്രസിനെ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഉത്തരേന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ്, പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ്, മിനിമം വരുമാനം പദ്ധതിയൊക്കെ വലിയ രീതിയിലുള്ള ഒരു തരംഗം ഉത്തരേന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമേത്തിയിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞാൽ ആ തരംഗം ഉത്തരേന്ത്യയിൽ മൊത്തമായി വ്യാപിക്കുമെന്ന കണക്കുകൂട്ടലുകൾ കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് ദക്ഷിണേന്ത്യ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ കർണാടക ഒരു വലിയ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് ദൾ സഖ്യത്തെ അട്ടിമറിക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കർണാടക ഏറ്റവും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അതായത് ആദ്യമായി ദക്ഷിണേന്ത്യയിൽ താമര വിരിഞ്ഞ ഒരു സംസ്ഥാനം ഇനി അങ്ങോട്ട് പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതോടൊപ്പം തന്നെ തെലങ്കാന ആന്ധ്ര വിഷയം വലിയ ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് തെലങ്കാനയിലെ ആന്ധ്രയിലെയും പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസിന് ഒരു തിരിച്ചടി നൽകുന്ന ഒരു രൂപമാണ് ഇപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടുള്ളത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, തമിഴ്നാടിനെയും കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് തമിഴ്നാടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, DMK കോൺഗ്രസ് സഖ്യം വലിയ തരംഗം ഇപ്രാവശ്യം സൃഷ്ടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കടന്നു വരുന്നുണ്ട്. വയനാട് തിരഞ്ഞെടുത്തതിന് പിന്നിൽ കർണാടകയിലും ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കും. തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിക്ക് ഒരു തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. കർണാടകയിലെ ദൾ കോൺഗ്രസ് സഖ്യം ഇതിലൂടെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം DMKയും കോൺഗ്രസുമുള്ള തമിഴ്നാട്ടിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തരംഗം തമിഴ്നാട്ടിൽ സൃഷ്ടിക്കുമെന്നുള്ളതാണ് മാധ്യമങ്ങളുടെ സർവേകളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളവും സുരക്ഷിതമായി, അതോടൊപ്പം തമിഴ്നാടും കർണാടകയും കൈകളിലേക്ക് വരും. ഒപ്പം ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചത് കൊണ്ട് തന്നെ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും പ്രശ്നങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വളരെ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ വ്യക്തമായി പരിശോധിക്കുകയും കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കണക്കുകൂട്ടലുകളെ മുൻനിർത്തി തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുത്തത്. ഒപ്പം വയനാട് തന്നെയാണ് സുരക്ഷിതമുള്ള മണ്ഡലമെന്ന് ഉറപ്പുവരുത്തിയതിന് ഒരുപാട് കാരണമുണ്ട്. കാരണം കർണാടകയിലെ ചില മണ്ഡലങ്ങൾ പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ മണ്ഡലങ്ങൾ, കോൺഗ്രസ് സുരക്ഷിതമുള്ള മണ്ഡലങ്ങളൊക്കെ പട്ടികജാതി വർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. എന്നാൽ ഇവിടങ്ങളിൽ ദൾ സഖ്യം, അതായത് ഒരു കൂറുമാറ്റം നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് വോട്ട് നൽകാതിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഏറെ സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുത്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.